തിരുനാമത്തിന് മഹത്വം ഉണ്ടായിക്കട്ടെ. ഞാൻ വരുന്നത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ ഇവിടേക്ക് വരുന്നത് 2024 മാർച്ചിലാണ്. അതിനുണ്ടായ സാഹചര്യം, എൻ്റെ പേര് മേഘ എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് 2024 മാർച്ചിലാണ്. അതിനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, എനിക്കൊരു വൈറൽ ഫീവർ വന്നു. വൈറൽ ഫീവർ വന്നപ്പം സാധാരണ ഫീവറാണ്. ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു, ഒരു മെഡിസിൻ തന്നു. ചെറിയ മെഡിസിനാണ് തന്നത്, വേറെ അധികമായിട്ടൊന്നും തന്നില്ല. പക്ഷേ ആ മെഡിസിൻ കഴിച്ച് അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഹാർട്ട് ബീറ്റ് വല്ലാണ്ട്, അതായത് ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുകയും അത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇവിടെ നന്നായി ഫീൽ ചെയ്യുകയും 113 വരെ ഹാർട്ട് ബീറ്റ് കൂടി വരികയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങളത് കൺസൾട്ട് ചെയ്ത് ഡോക്ടറെ കാണിച്ചു. പക്ഷേ ഡോക്ടറെ കാണിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, ECG ചെയ്ത് നോക്കാം, നമുക്ക് വേറെ കുഴപ്പമൊന്നും ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് ECG ചെയ്തു. ECG ഒക്കെ ചെയ്ത് നോക്കിയപ്പം അതിൽ സൈനസ് അർദമിയ എന്നാണ് പറഞ്ഞ് കാണിക്കുന്നത്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇതിപ്പം മരുന്നിൻ്റെ സൈഡ് എഫക്റ്റാണ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും, നമുക്ക് മെഡിസിൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞിട്ട് ഇത് കുറയുന്നില്ല, ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് എനിക്കാണെങ്കിൽ ഹാർട്ടിൻ്റേതായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ആങ്സൈറ്റിയും ഭയങ്കര പേടിയായി തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. ഇത് കുറയുന്നില്ല മെഡിസിൻ കഴിച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കാർഡിയോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. എക്കോയും അങ്ങനത്തെ സ്കാനിങ് ടെസ്റ്റുകളും എല്ലാം ചെയ്തു. അപ്പോഴും സ്കാനിങ്ങിൽ എക്കോയിലും അങ്ങനെ ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ സൈനസ് അർദിമ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്, ഇത് കുഴപ്പമൊന്നും ഇല്ലാത്ത കണ്ടീഷനാണ്. ബാക്ക്ഗ്രൗണ്ടിലെ ഇടുപ്പ് അത് ടെമ്പററി ആയിട്ടായിരിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ മാറും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും അങ്ങനെ വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വന്ന് വീട്ടിൽ ഇരുന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 10 ദിവസം ഞാൻ ഡേ ആൻഡ് നൈറ്റ് സ്ലീപ്പില്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കുമായിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഓൾമോസ്റ്റ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള എംപ്റ്റി മൈൻഡഡ് ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ കസിൻസും എല്ലാവരും കൃപാസനത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഇതിൽ ജനറേഷനിൽ പ്രൊട്ടസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ പത്രമൊക്കെ കിട്ടുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ള ഏതോ ഒരു ഇതിൽ നിന്നാണ് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം എന്നല്ല, ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാതെ വിടുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ മമ്മിയും കൂടി ആയിട്ട് ഇവിടേക്ക് വന്നു. മാർച്ചിൽ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ ബോഡി വീക്കായിരുന്നു, ഓൾറെഡി ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു, കൂടാതെ മെഡിസിൻ കഴിക്കുന്നു. ആ സമയത്ത് ടെൻഷൻ എല്ലാം കൂടി ആയിട്ട് എൻ്റെ ബോഡി വീക്കായിരുന്നു. ഞാനിവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് കയറി നടക്കാനുള്ള ശക്തി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പ്രാർത്ഥന മുടക്കമൊന്നുമില്ലായിരുന്നു. പ്രാർത്ഥന കറക്റ്റായിട്ട് ചെയ്യും. എനിക്ക് ആ സമയത്ത് ബോഡി വീക്കായിരുന്നു, എനിക്ക് എണിക്കാൻ പോലും പറ്റില്ല. എങ്കിലും ഞാൻ മുടക്കാതെ പ്രാർത്ഥനകളും എല്ലാം ചെയ്യും. പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകും. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിൽ കൺസൾട്ട് ചെയ്യാൻ പോയിരുന്നു, ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നു. വേറെ വലിയ ഹോസ്പിറ്റലിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടും ഡോക്ടേഴ്സ് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇടിപ്പാണ്, വേറൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇനി മെഡിസിൻസ് ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ 3 മാസം ഉടമ്പടി എടുത്തു കഴിഞ്ഞ് കറക്റ്റ് 3ാമത്തെ മാസം 3 മാസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാപിതാ എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്കൊന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങാൻ പറ്റിയാൽ മതി, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് മാത്രം ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും ഇതൊന്നും മാറ്റി തന്നാൽ മതി, എനിക്കൊന്ന് മര്യാദയ്ക്ക് സമാനമായിട്ട് കിടന്നുറങ്ങി ഒന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങാൻ പറ്റിയാൽ മതി എന്ന് മാത്രം ഞാൻ പറയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് 3 മാസമായിട്ട് വലിയ ചേഞ്ച് 3 മാസം ആകാനായി. 2 മാസം കഴിഞ്ഞു. ഞാൻ അപ്പോഴത്തേക്ക് എന്താ പറയുക, ഇതിൻ്റെ കാര്യം ഞാൻ വിട്ട് കുറച്ചും കൂടി പ്രാർത്ഥനയിലേക്ക്, ഞാനങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളൊന്നുമല്ലായിരുന്നു. മീൻസ് ജപമാല മുടക്കുമായിരുന്നു, പ്രാർത്ഥിക്കും, പക്ഷെ ജപമാല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലി അങ്ങനെയൊന്നുമില്ലായിരുന്നു. ഉടമ്പടി എടുത്ത ശേഷം ഞാൻ ജപമാല ദിവസം മുടങ്ങാതെ ഇതാക്കുകയും പിന്നെ അച്ഛൻ്റെ ലൈവ് ധ്യാനം കേട്ടിട്ടാണ് എൻ്റെ ഉറക്കം, എൻ്റെ ലൈവ് ധ്യാനവും സാക്ഷ്യം കേട്ടാണ് എനിക്ക് പോയ ഉറക്കം ഞാനിങ്ങനെ കേട്ട് കിടന്നുറങ്ങാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് കറക്റ്റ് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ് ആദ്യത്തെ ആഴ്ച എൻ്റെ ഹൃദയമിടിപ്പ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ഫീൽ ചെയ്യുന്നതും സ്റ്റോപ്പ് ചെയ്തു. ഞാനത് ഫസ്റ്റ് നോട്ടീസ് ചെയ്യില്ല, പിന്നെയാണ് ഞാൻ ആ കാര്യം തന്നെ വിട്ടുപോയിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പ്രാർത്ഥനയിലും മറ്റും കാര്യം കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് എൻ്റെ ഹൃദയമിടിപ്പും ആ ബുദ്ധിമുട്ടും ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം മാറി. എൻ്റെ ബോഡി കുറച്ചും കൂടി ഹെൽത്തി ആയി വന്നു. ഡോക്ടർ പറഞ്ഞാണ് വേറെ മെഡിസിനൊന്നുമില്ല, ഇനിയിപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്യേണ്ടി വരും, അല്ലാണ്ട് വേറെ ഇതൊന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് വിടലാണ് ചെയ്തുള്ളൂ. എനിക്ക് അങ്ങനെ മെഡിസിനൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടെങ്കിലും എൻ്റെ ഈ ഫീൽ എനിക്ക് മാതാവിനോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മാതാവ് ഇങ്ങനെയാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും
മാതാവിനോട് മാത്രം എനിക്കിത് ഓപ്പണായിട്ട് പറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. എനിക്ക് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്നും പറഞ്ഞതാ അവർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് ഈശോയുടെ മധ്യസ്ഥം വഹിച്ച് എനിക്കിത് മാറ്റി തന്നു. ഈ സമയത്ത് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും കാശ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഈ സമയത്ത് എന്നെ ആത്മീയമായിട്ട് ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് വളർച്ചയുണ്ടായി. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ ഇമ്പോർട്ടൻസ് കൊടുത്തത് ഞാൻ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾക്കും ഞാൻ പ്രയോറിറ്റി കൊടുത്തു തുടങ്ങി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം പത്രവിതരണങ്ങൾ ചെയ്യും. ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യുമായിരുന്നു. ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് ആ സമയത്ത് വലുതായിട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബോഡി വീക്കായിരുന്നു. പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ടുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഹെൽത്ത് ഇഷ്യൂസ് മാറി കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കുമായിരുന്നു. എനിക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ടെമ്പററി ആയിട്ട് എനിക്ക് എങ്ങോട്ടും പോകാനുള്ള ഒരു ദൂരേക്കൊന്നും പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ എനിക്ക് മാതാവ് വീടിനടുത്ത് എനിക്കൊരു ജോലി നൽകി അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് തന്നെ എനിക്ക് അടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ കോഴ്സ് ഇപ്പം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എനിക്കൊരു കാര്യം, എനിക്ക് ഈ ഉടമ്പടി എന്ന് പറയുന്നത് എനിക്ക് കുറച്ചും കൂടി ഈശോയായിട്ട് അടുക്കാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ കണക്കാക്കി. എനിക്കത് ഉപയോഗിക്കാൻ പറ്റി. എനിക്കങ്ങനെ ഈശോയായിട്ടുള്ള ബന്ധം കൂടുതൽ അടുപ്പിക്കാൻ പറ്റി. എനിക്ക് മനസ്സിലായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞത്, എനിക്ക് ഈശോ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിന് പൂർണ്ണതയുണ്ട്. ഭൗതികമായിട്ടുള്ള ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഈശോ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് അതിനുള്ള പൂർണ്ണത ഉണ്ടാവില്ല. ഈശോ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം നമുക്കുണ്ടെന്നുള്ള ആ ഒരു അറിവാണ് എനിക്ക് വന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തെന്ന തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി.